പ്രിയരെ നമസ്കാരം. നാരദ പുരാണം 2-ാം ഭാഗം സാഗര രാജാവും ധർമ്മരാജനും തമ്മിലുള്ള പ്രബുദ്ധമായ മതത്തിൻ്റെയും നരകത്തിൻ്റെയും പ്രഭാഷണങ്ങൾക്കൊടുവിലാണ് അവസാനിപ്പിച്ചത്. മഹോന്നതമായ അറിവുകൾ അവിടെ നിന്നും നാം ഗ്രഹിച്ചു. ഭഗീരഥൻ്റെ കഥയുടെ സൂചനയും അവർ നൽകി. തുടർന്ന് സനത് കുമാരൻ നാരദ പുരാണ കഥകൾ വിവരിച്ചു തുടങ്ങി. ഹേ നാരദരെ, തൻ്റെ രാജകീയ സുഖങ്ങളെല്ലാം ത്യജിച്ച് ഭഗീരഥൻ ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ ഉയർന്ന കൊടുമുടികളിലേക്ക് പോയി. അവിടെ നിബിഡ വനവും മാനുകളും ആനകളും വിഹരിക്കുന്നതും അവർ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആശ്രമം പോലും മധുരതരമായ കിളിനാദങ്ങളാൽ മുഖരിതമാണ്. വേദങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യുന്നതും ചുറ്റിലും അലയടിക്കുന്നു. ഭഗീരഥൻ തൻ്റെ ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ട് ഭൃഗുമുനിയുമായി മുഖാമുഖം കണ്ടു. അദ്ദേഹം ഭൃഗുമുനിയെ സമീപിച്ച് ആദരവോടെ വന്ദിച്ചു. ഓ സർവജ്ഞനായ മുനിവര്യ, ഏറ്റവും ദുഃഖിതരായ ആത്മാക്കളെപ്പോലും മോക്ഷത്തിലേക്ക് നയിക്കുന്ന പാതയെക്കുറിച്ചുള്ള അറിവ് നൽകി ദയയോടെ എന്നെ അനുഗ്രഹിക്കണമേ. വിനയാന്വിതനായി ഭഗീരഥൻ അപേക്ഷിച്ചു. അല്ലയോ രാജാവേ, അങ്ങയുടെ പൂർവികരെ രക്ഷിക്കുക എന്ന മനോഹരമായ ഉദ്ദേശത്തോടെയാണ് താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിനാൽ നിങ്ങളിപ്പോൾ സ്വയം ശ്രീഹരിയെപ്പോലെയാണ്. ശ്രീഹരിയെ പ്രീതിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കാം. രാജാവേ, അഹിംസാലുവും പരോപകാരിയും സദ്ഗുണമുള്ളവനുമാവുക. സത്യം പറയുക. മഹാവിഷ്ണുവിൻ്റെ ഭക്തനാകാൻ ഭക്തിയുള്ള സഹവാസം തേടുക. ഒപ്പം ഈ മന്ത്രങ്ങളും ചൊല്ലുക. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ഓം നമോ വാസുദേവായ. അപ്രകാരം നിങ്ങൾക്ക് തീർച്ചയായും മനസമാധാനം ലഭിക്കും. അപ്പോൾ ഭഗീരഥൻ, മഹർഷേ, എന്താണ് സത്യം? എന്താണ് എല്ലാ ജീവജാലങ്ങൾക്കും താല്പര്യമുള്ളത്? ആരാണ് ദുഷ്ടന്മാർ? ആരാണ് താപസന്മാർ? എന്താണ് സത്കർമ്മങ്ങൾ? എങ്ങനെയാണ് ഒരാൾ വിഷ്ണുവിനെ സ്മരിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത്? എന്താണ് ശാന്തി? ഭൃഗു ആരംഭിച്ചു. അല്ലയോ ആത്മജ്ഞാനമുള്ളവനെ, ഒരു ജീവജാലത്തിനും ദോഷം വരുത്താത്ത എല്ലാ പ്രവർത്തനങ്ങളും അഹിംസയാണ്. ധാർമ്മിക പെരുമാറ്റത്തെ സഹായിക്കുന്നതും ജനങ്ങളെ സമാധാനിപ്പിക്കുന്നതുമായ പ്രവർത്തികൾ പൊതുജനത്തിൻ്റെ താല്പര്യമാണ്. അസൂയാലുക്കളും മതത്തെയും വേദങ്ങളെയും എതിർക്കുന്നവരെല്ലാം ദുഷ്ടന്മാരാണ്. മതവും ഗ്രന്ഥങ്ങളും കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുകയും എപ്പോഴും ജനങ്ങളുടെ നന്മയിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർ യഥാർത്ഥ അർത്ഥത്തിൽ സന്യാസികളാണ്. മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയിലേക്ക് നയിക്കുകയും എല്ലാവരും അത്യധികം ആനന്ദം നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പുണ്യമാണ്. മഹാവിഷ്ണു മറ്റെല്ലാ ദേവതകളെയും ഉൾക്കൊള്ളുന്നു. ശരിയായ രീതികളാൽ ഞാനവനെ ആരാധിക്കും എന്ന വിധത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് ഭക്തിയാണ്. ജീവനുള്ളതും ഇല്ലാത്തതുമായ ഓരോ വസ്തുക്കളിലും മഹാവിഷ്ണുവിനെ കാണുന്നത് നിഷ്പക്ഷ വീക്ഷണമാണ്. എല്ലാവരുമായും എല്ലാ സാഹചര്യങ്ങളിലും സമാധാനത്തിലും ഐക്യത്തിലും ആയിരിക്കുക എന്നതാണ് സമാധാനം. രാജാവേ, ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വിവരിച്ചു. ഇപ്പോൾ തന്നെ പോയി തപസ്സാരംഭിക്കുക. താങ്കൾക്ക് എല്ലാം മംഗളകരമായി ഭവിക്കും. അങ്ങനെ ഭൃഗുമുനിയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഭഗീരഥ രാജാവ് തപസ് ആരംഭിച്ചു. ഹിമാലയത്തിലെ നന്ദീശ്വറിൽ 60,000 വർഷം ആ തപസ് തുടർന്നു. അദ്ദേഹത്തിൻ്റെ കഠിന തപസ്സും അതിൻ്റെ തേജസ്സും കണ്ട് അമ്പരന്ന ദേവന്മാരെല്ലാം ക്ഷീരസാഗരത്തിൽ മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർ പറഞ്ഞു, ഹേ ദുഃഖങ്ങളെ നീക്കുന്നവനെ, ത്രിലോകത്തെയും നിയന്ത്രിക്കുന്നവനെ, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വന്ദിക്കുന്നു. പ്രാർത്ഥനകളാൽ സന്തുഷ്ടനായ മഹാവിഷ്ണു സഹജമായി തന്നെ ദേവന്മാരുടെ ആഗമനോദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കി. നിർഭയരായിരിക്കാൻ അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗീരഥൻ്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. ആനന്ദഭരിതനായ ഭഗീരഥൻ ശ്രീഹരിയെ വണങ്ങി. മഹാവിഷ്ണു ഭഗീരഥനെ അനുഗ്രഹിച്ചുകൊണ്ട് മൊഴിഞ്ഞു, താങ്കളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. നിങ്ങളുടെ പൂർവികർ എൻ്റെ വാസസ്ഥലത്തെ പുൽകും. എന്നാൽ ഇപ്പോൾ ആദ്യം പൂർണ്ണ ശക്തിയോടെ ശിവനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനകരമായത് ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു അപ്രത്യക്ഷനായി. ഉടനെ ഒരു അശരീരിയും മുഴങ്ങി. നിങ്ങൾ കണ്ടതൊരു സ്വപ്നമായിരുന്നില്ല രാജാവേ, അത് യാഥാർത്ഥ്യമായിരുന്നു. മഹാവിഷ്ണു പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക. ഭഗീരഥ രാജാവ് ശിവനെ പ്രീതിപ്പെടുത്തുവാൻ കൂടുതൽ കഠിനമായ തപസ് തുടങ്ങി. ഒരു നീണ്ടതും വിഷമകരവുമായ തപസ്സിനു ശേഷം ശിവൻ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗീരഥൻ ഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. ആ ഭക്തിയിലും പ്രാർത്ഥനയിലും സന്തുഷ്ടനായ ശിവൻ തൻ്റെ പൂർവികരുടെ രക്ഷയ്ക്കായി ഗംഗയെ അദ്ദേഹത്തിന് കൈമാറുമെന്ന് ഭഗീരഥനെ അനുഗ്രഹിച്ചു. പരമശിവൻ ഇത് മൊഴിഞ്ഞയുടൻ ഗംഗ അദ്ദേഹത്തിൻ്റെ ജടയിൽ നിന്നും പുറത്തു വന്ന് ഭഗീരഥൻ പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു. അങ്ങനെ ഭഗീരഥനെ പിന്തുടർന്ന് ഭഗീരഥൻ്റെ പൂർവികരുടെ ചിതാഭസ്മം ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന കപിലമുനിയുടെ ആശ്രമ പരിസരത്തെത്തി. അതായത് സാഗര രാജാവിൻ്റെ 60,000 പുത്രന്മാരെ കപിലമുനി ഭസ്മീകരിച്ച സ്ഥലത്ത് ഗംഗയെത്തി അവർക്ക് മോക്ഷം നൽകി. ഗംഗയുടെ പുണ്യജലം ചാരത്തിൽ സ്പർശിച്ചയുടനെ ഭഗീരഥന്റെ പൂർവികർ യമന്റെ കുരുക്കിൽ നിന്ന് മോചിതരായി അവരുടെ സ്വർഗീയ വാസസ്ഥലത്തേക്ക് പ്രവേശനം നേടി. അന്നു മുതൽ ഗംഗ ഭഗീരഥി എന്നും അറിയപ്പെടുന്നു.
അപ്പോൾ ഋഷിമാർ പറഞ്ഞു, അല്ലയോ ഭാഗ്യവാനെ, പുണ്യഗംഗയുടെ കഥ പറയാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ നാരദൻ സനത് കുമാരനോട് ചോദിച്ചത് കേൾക്കാൻ ഞങ്ങൾ അത്യധികം ആഗ്രഹിക്കുന്നു. സുതൻ പറഞ്ഞു, മഹാജ്ഞാനികളെ, ഞാനിപ്പോൾ നാരദൻ സനത് കുമാരനോട് ചോദിച്ചത് വിവരിക്കാം, അത് ശ്രദ്ധയോടെ കേൾക്കുക. നാരദൻ പറയുന്നു, ഗംഗയുടെ പുണ്യകഥ കേട്ട ഞാൻ ഭാഗ്യവാനാണ്. ഇനി ശ്രീഹരിയെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന വ്രതത്തെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് ദയവായി എന്നോട് പറയൂ. സനത് കുമാരൻ പറഞ്ഞു, ഹേ നാരദരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്കൾ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആചാരങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത്. മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഈ ആചാരങ്ങളെയും വ്രതങ്ങളെയും കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പ്രതിപാദിക്കുന്നത്. ഹേ നാരദരെ, മാർഗശീർഷ മാസത്തിലെ, അതായത് മകരമാസത്തിലെ ശുക്ലപക്ഷത്തിൽ, അതായത് പ്രകാശപൂരിതമായ ഘട്ടത്തിൽ 12-ാം ദിവസം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥയുണ്ട്. വെള്ളയോ മഞ്ഞയോ വസ്ത്രം ധരിച്ച് ഈ ആരാധന നടത്താം. പൂജാവേളയിൽ കേശവായ നമസ്തുഭ്യം എന്ന മന്ത്രം ചൊല്ലണം. നെയ്യ്, എള്ള് എന്നിവയുടെ വഴിപാടുകൾ പവിത്രമായ അഗ്നിയിൽ സമർപ്പിക്കണം. രാത്രിയിൽ ശാലീഗ്രാമത്തിനു മുൻപിൽ ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ഉണർന്നിരിക്കുകയും വേണം. അതിനുശേഷം വിഷ്ണു വിഗ്രഹം 5 ലിറ്റർ പാലിൽ അഭിഷേകം ചെയ്യണം. അതുപോലെ ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും നൈവേദ്യവും ഭക്ഷിക്കാവുന്ന വസ്തുക്കളും ഉപയോഗിച്ച് 3 തവണ പൂജിക്കണം. അടുത്ത പ്രഭാതത്തിലും സമാനമായ ആരാധന നടത്തണം. ആരാധനയുടെ അവസാനം ബ്രാഹ്മണർക്ക് പാലും നെയ്യും തേങ്ങയും കൊണ്ട് ഉണ്ടാക്കിയ മധുര പലഹാരങ്ങൾ ദാനം ചെയ്യണം. ഭഗവാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും. ഒരു ബ്രാഹ്മണനെ കണ്ടാൽ അവസാനം നിങ്ങളുടെ നോമ്പ് അവസാനിപ്പിക്കണം. പൗഷമാസത്തിൽ, അതായത് ഇടവമാസത്തിൽ അതേ ദിവസം ഒരാൾ വ്രതം അനുഷ്ഠിക്കുകയും നമോ നാരായണ എന്ന മന്ത്രം പാരായണം ചെയ്യുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ പാലഭിഷേകം നടത്തുകയും ചെയ്യണം. ഈ ആരാധനയിലും രാത്രി മുഴുവൻ പ്രാർത്ഥനയും ജാഗ്രതയും ഉണ്ട്. ബ്രാഹ്മണർക്ക് അരി, പരിപ്പ്, നെയ്യ് മുതലായവ ദാനം ചെയ്ത് ആദരവോടെ ഭക്ഷണം നൽകുകയും അവസാനം വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുകയും ചെയ്യണം. ദക്ഷിണദാനം നിർബന്ധമാണ്. അതുപോലെ മാഘമാസത്തിലെ, അതായത് മിഥുനമാസത്തിലെ അതേ ദിവസം പകൽ വ്രതവും ആരാധനയും അതിലൊരു വ്യവസ്ഥയുമുണ്ട്. ഇത്തവണ 5 കിലോ എള്ള് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു. ആവശ്യമായ മന്ത്രം ഗോവിന്ദായ നമസ്തുഭ്യമാണ്. ഫൽഗുന മാസത്തിലെ, അതായത് കർക്കിടക മാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 12-ാം ദിവസം ശ്രീഹരിയുടെ വിഗ്രഹത്തെ 5 ലിറ്റർ പാലിൽ അഭിഷേകം ചെയ്യണം. പിന്നീട് 108 തവണ എള്ളും നെയ്യും പുണ്യ അഗ്നിയിൽ അർപ്പിക്കണം. രാത്രി പ്രാർത്ഥനകൾ, ബ്രാഹ്മണർക്കുള്ള ഭക്ഷണം മുതലായവ പതിവ് പോലെ. ഗോവിന്ദേ നമസ്തുഭ്യം എന്ന മന്ത്രം ചൊല്ലി ഈ ആരാധനയിൽ തൊണ്ടില്ലാത്ത അരി ദാനം ചെയ്യുന്നു. ചൈത്രമാസത്തിലെ, അതായത് ചിങ്ങമാസത്തിലെ അതേ ദിവസം വിഷ്ണു വിഗ്രഹം 5 ലിറ്റർ നെയ്യിൽ അഭിഷേകം ചെയ്ത് 108 പ്രാവശ്യം നമോസ്തു വിഷ്ണുവേ തുഭ്യം എന്ന മന്ത്രം പാരായണം ചെയ്യുമ്പോൾ തേൻ, നെയ്യ്, എള്ള് എന്നിവ കൊണ്ട് നിവേദ്യം ചെയ്യണമെന്ന് വ്യവസ്ഥയുണ്ട്. തുടർന്ന് 4 കിലോ അരി ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു. വൈശാഖ മാസത്തിന്റെ, അതായത് കന്നിമാസത്തിന്റെ ശോഭയുള്ള ഘട്ടമായ 12-ാം ദിവസം വിഷ്ണു വിഗ്രഹത്തെ പാൽ അഭിഷേകം നടത്തി നമസ്തേ മധുഹന്തേ എന്ന മന്ത്രം 108 തവണ പാരായണം നടത്തി നെയ്യ് വഴിപാട് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയുണ്ട്. ജ്യേഷ്ഠമാസത്തിന്റെ, അതായത് തുലാമാസത്തിന്റെ ശോഭയുള്ള ഘട്ടത്തിലെ 12-ാം ദിവസം നമഃ ത്രിവിക്രമായ എന്ന മന്ത്രം പാരായണം ചെയ്യുമ്പോൾ 108 തവണ ഖീർ അഥവാ 4 ലിറ്റർ പാലിൽ പാകം ചെയ്ത അരി സമർപ്പിക്കുവാനുള്ള വ്യവസ്ഥയുമുണ്ട്. ആഷാഢമാസത്തിലും, അതായത് കുംഭമാസത്തിലും അതേ ദിവസം തന്നെ വിഷ്ണുവിൻ്റെ വിഗ്രഹത്തെ 4 ലിറ്റർ പാലിൽ അഭിഷേകം നടത്തണം. 20 മാൾപ്പുവകൾ, അതായത് ഗോതമ്പ് പൊടി പാലിലും പഞ്ചസാരയിലും കുഴച്ച് നെയ്യിൽ വറുത്തത് ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു. കൂടാതെ അവർക്ക് നെയ്യ് വഴിപാട് നടത്തുകയും തേങ്ങയും തൈരും ചേർത്ത ധാന്യങ്ങളും ദാനം ചെയ്യുകയും ചെയ്യുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനനാണ് ഈ ആരാധന. അതിനാൽ ഈ ചടങ്ങിലുടനീളം നമസ്തേ വാമനായ എന്ന മന്ത്രം ചൊല്ലുന്നു. അടുത്ത ആരാധനയിൽ രാത്രി മുഴുവൻ പ്രവർത്തനങ്ങളും അർപ്പണവുമുണ്ട്. ബ്രാഹ്മണർക്ക് അരി, പരിപ്പ്, നെയ്യ് മുതലായവ ദാനം ചെയ്ത് ആദരവോടെ ഭക്ഷണം നൽകുകയും അവസാനം അദ്ദേഹത്തിന്റെ വ്രതം അവസാനിപ്പിക്കുകയും വേണം. അതോടൊപ്പം ദക്ഷിണദാനം നിർബന്ധമാണ്. ശ്രാവണ മാസത്തിലെ, അതായത് മീനമാസത്തിലെ ശോഭയുള്ള ഘട്ടത്തിന്റെ 12-ാം ദിവസം ഭഗവാന്റെ വിഗ്രഹത്തെ പാലും തേനും ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്ന ഒരു വ്യവസ്ഥയുണ്ട്. തുടർന്ന് 108 തവണ വഴിപാടുകളോടൊപ്പം ശ്രീധരായ നമോസ്തുതേ എന്ന മന്ത്രവും പാരായണം ചെയ്യുന്നു. ഭദ്രപാദ മാസത്തിലെ, അതായത് മേടമാസത്തിലെ 12-ാം ദിവസം ഹൃഷികേശ നമസ്തുഭ്യം എന്ന മന്ത്രം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹം പാലാഭിഷേകം നടത്തണം. തുടർന്ന് 4 ലിറ്റർ പാലും വസ്ത്രങ്ങളും 2 സ്വർണ്ണ കമ്മലുകളും ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു. തുടർന്ന് 108 തവണ വഴിപാടുകളായി വേവിച്ച ധാന്യങ്ങളിൽ തേൻ ചേർത്തുണ്ടാക്കുന്ന വിഭവം സമർപ്പിക്കുന്നു. ബ്രാഹ്മണർക്ക് ആദരവോടെ ഭക്ഷണം നൽകുന്നതിന് പുറമെ സ്വർണത്തോടൊപ്പം ഗോതമ്പും ദാനം ചെയ്യുന്നു. അശ്വിന മാസത്തിലും, അതായത് വൃശ്ചിക മാസത്തിലും ഭഗവാന്റെ വിഗ്രഹം 5 ലിറ്റർ പാലിൽ അഭിഷേകം നടത്തണം. പിന്നെ നെയ്യ്, എള്ള്, അരി എന്നിവ നമസ്തേ പത്മനാഭായ എന്ന മന്ത്രം പാരായണം ചെയ്ത് 108 വഴിപാടുകൾ അർപ്പിക്കുന്നു.
കാർത്തിക മാസത്തിൽ അതായത് ധനുമാസത്തിൽ 12-ാം നാളിൽ ഭഗവാന്റെ വിഗ്രഹത്തെ നമോ ദാമോദരായ എന്ന മന്ത്രം പാരായണം ചെയ്തുകൊണ്ട് 4 ലിറ്റർ പാലോ തൈരോ നെയ്യോ ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്നതോടൊപ്പം 250 ഗ്രാം തേൻ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണം. പിന്നെ തേനും നെയ്യും ചേർത്ത എള്ളുകൊണ്ടുള്ള 108 വഴിപാടുകളും യോഗ്യനായ ഒരു ബ്രാഹ്മണന് 5 തരം ഭക്ഷ്യവസ്തുക്കൾ ദാനം ചെയ്യുകയും ഭക്ഷണം നൽകുകയും ചെയ്തുകൊണ്ട് ഈ ആരാധന അവസാനിപ്പിക്കുന്നു. ഓ മുനിവര്യന്മാരെ, ഒരു വർഷത്തിലെ 12 മാസവും ഈ പുണ്യവ്രതം അനുഷ്ഠിക്കുന്നവർ പരമമായ വാസസ്ഥലം പ്രാപിക്കുന്നു. 1-2 മാസം മാത്രം ഈ വ്രതം അനുഷ്ഠിക്കുന്നതും ഒരുപോലെ ഗുണം ചെയ്യും. ഈ വ്രതാനുഷ്ഠാനം ഒരു വർഷത്തേക്ക് ആചരിച്ചാൽ ജീവിതത്തിൽ വീണ്ടും അത് ആചരിക്കാതിരിക്കുവാൻ അവസാനം ഒരു പ്രത്യേക ചടങ്ങുണ്ട്. മാർഗശീർഷക മാസത്തിലെ അതായത് മകരമാസത്തിലെ ചന്ദ്രന്റെ ഇരുണ്ട ഘട്ടത്തിന്റെ 12-ാം ദിവസത്തിലാണ് ഈ സമാപന ചടങ്ങ് നടത്തുന്നത്. അന്നേ ദിവസം അതിരാവിലെ എഴുന്നേൽക്കുകയും പതിവ് ജോലികളിൽ പങ്കെടുത്തതിന് ശേഷം ഒരാൾ കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് നെറ്റിയിൽ ചന്ദനം ചാർത്തി നിലത്ത് ചതുരാകൃതിയിലുള്ള യാഗപീഠം ഒരുക്കണം. ഈ യാഗപീഠം മുഴങ്ങുന്ന മണികൾ, കൊടികൾ, തോരണങ്ങൾ, വെളുത്ത തുണികൾ എന്നിവ കൊണ്ട് അലങ്കരിക്കണം. യാഗപീഠത്തിൻ്റെ 4 മൂലകളിലും 4 വിളക്കുകൾ കത്തിച്ചു വെക്കണം. യാഗപീഠത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു സർവ്വദേഭദ്ര ചക്രം വരച്ച് അതിൽ വെള്ളം നിറച്ച 12 കലശങ്ങൾ വെക്കണം. ഈ കലശങ്ങളിൽ 5 തരം രത്നങ്ങൾ ഇട്ട് വെള്ള തുണി കൊണ്ട് മൂടണം. ആരാധകൻ ലക്ഷ്മിയുടെയും വിഷ്ണുവിൻ്റെയും വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ വിഗ്രഹങ്ങൾ വാങ്ങുകയും കലശം അടച്ചതിൻ്റെ മുകളിൽ വെക്കുകയും വേണം. ആചാരത്തിൽ മിതത്വം പാലിക്കരുത്. ഈ വിഗ്രഹങ്ങളെ നെയ്യ്, തേൻ, തൈര്, 5 തരം ഉണക്കഫലങ്ങൾ എന്നിവ അടങ്ങിയ പാലിൽ അഭിഷേകം ചെയ്യണം. ഭഗവാൻ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ശരിയായ രീതിയിൽ ആരാധിക്കുകയും ഈ ആരാധന രാത്രി മുഴുവൻ തുടരുകയും വേണം. പിറ്റേന്ന് രാവിലെ നേരത്തെ പറഞ്ഞ 12 മന്ത്രങ്ങളും ഉരുവിട്ട് എള്ളുകൊണ്ട് വഴിപാടുകൾ അർപ്പിക്കണം. 10 മൽപ്പുവകളും തൈര്, കീർ, നെയ്യ് മുതലായവ 12 ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. അവസാനം എല്ലാ വിഗ്രഹങ്ങളും മറ്റു സാമഗ്രികളും ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പുരോഹിതനെ ഏൽപ്പിക്കുന്നു. ഭക്തൻ എല്ലാം കഴിഞ്ഞ് അത്താഴം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത്. ഈ 12 വ്രതാനുഷ്ഠാനങ്ങളും യഥാവിധി ആചരിക്കുകയും യഥാവിധി സമാപിപ്പിക്കുകയും ചെയ്യുന്നവന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും അവൻ 21 തലമുറകളോടൊപ്പം വിഷ്ണുവിന്റെ വാസസ്ഥലം നേടുകയും ചെയ്യും. സനത് കുമാരൻ പറയുന്നു, അല്ലയോ ഋഷിമാരിൽ മഹാനെ, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഒരു ഉത്തമ വ്രതത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ വിവരിക്കുന്നത്. പൂർണ്ണചന്ദ്രദിനത്തിലെ വ്രതം എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. അത് ഏത് ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിലേക്ക് നയിക്കുകയും കഠിനമായ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദ്വാദശിയിലെ വ്രതം പോലെ ഈ വ്രതവും മാർഗശീർഷ മാസം അതായത് മകരമാസം മുതൽ ആരംഭിക്കുകയും തുടർന്നുള്ള മാസങ്ങളിലെ എല്ലാ പൗർണമി ദിനങ്ങളിലും ശരിയായ ആചാരങ്ങളുടെ കാർത്തിക അതായത് ധനുമാസം വരെ തുടർച്ചയായി ആചരിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ മാർഗശീർഷ മാസത്തിലെ പൗർണമി നാളിൽ രാവിലെ മുതൽ വെള്ളവസ്ത്രം ധരിച്ച് നമോ നാരായണ മന്ത്രം പാരായണം ചെയ്തുകൊണ്ട് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ തുടങ്ങണം. ആരാധനയ്ക്ക് ശേഷം ഭക്തൻ ചതുരാകൃതിയിലുള്ള യാഗപീഠത്തിൽ പാകം ചെയ്ത ധാന്യങ്ങൾ, എള്ള്, നെയ്യ് മുതലായവ ഉപയോഗിച്ച് വഴിപാടുകൾ അർപ്പിക്കണം. വെളുത്ത പൂക്കൾ, പൊട്ടാത്ത നെൽക്കതിർ, വെള്ളം എന്നിവ ഭഗവാന് സമർപ്പിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ഉദിക്കുന്ന പൂർണ്ണചന്ദ്രനും ഇതേ സാധനങ്ങൾ സമർപ്പിക്കുന്നു. ഒരു ഭക്തൻ മതപരമായ ചർച്ചകളും ഭക്തിഗാനങ്ങൾ ആലപിച്ചും മറ്റും രാത്രി തള്ളി നീക്കണം. അടുത്ത ദിവസം സാധാരണ പൂജകൾ നടത്തിയ ശേഷം ബ്രാഹ്മണർക്ക് ദാനകർമ്മം നിർവഹിക്കുന്നു. വ്രതാനുഷ്ഠാനം ആചരിക്കുന്നതിന് എല്ലാ മാസവും ഒരേ ആചാരങ്ങൾ നടത്തണം. കാർത്തിക അതായത് ധനുമാസത്തിലെ പൗർണമി നാളിൽ ഈ വ്രതം പര്യവസാനിപ്പിക്കുന്നതിനുള്ള ആചാരങ്ങളും വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഭക്തൻ ഒരു ചതുരാകൃതിയിലുള്ള മേലാപ്പ് അഥവാ മേൽക്കെട്ടി നിർമ്മിച്ച് പുഷ്പമാലകൾ, കമാനങ്ങൾ, വിളക്കുകൾ, ചായില്യം, കണ്ണാടി, തോരണങ്ങൾ മുതലായവ കൊണ്ട് അലങ്കരിക്കണം. മേൽക്കെട്ടിയുടെ മധ്യഭാഗത്തും നിലത്തും 5 തൂണുകൾ കൊണ്ടുള്ള സർവ്വതോഭദ്ര ചക്രം വരയ്ക്കണം. ഈ ചക്രത്തിൽ 1 മുതൽ 12 വരെ കലശങ്ങൾ സൂക്ഷിക്കുകയും ഈ കലശങ്ങളിൽ വിഷ്ണുവിന്റെ വെള്ളിയിലോ സ്വർണത്തിലോ ഉള്ള വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. തൈര്, നെയ്യ്, തേൻ, 5 തരം ഉണക്കഫലങ്ങൾ എന്നിവ അടങ്ങിയ പാലിനാലാണ് ഈ വിഗ്രഹങ്ങളെ അഭിഷേകം ചെയ്യേണ്ടത്. തുടർന്ന് ഈ വിഗ്രഹങ്ങൾക്ക് ശരിയായ വിപുലമായ ആരാധന നടത്തുന്നു. ഭക്തിഗാനങ്ങൾ ആലപിച്ച് രാത്രി തള്ളി നീക്കുന്നു. പിറ്റേന്ന് രാവിലെയും ശരിയായ പൂജാവിധികൾക്ക് ശേഷം ഈ വിഗ്രഹങ്ങൾ പുരോഹിതന് ദാനം ചെയ്യണം. തുടർന്ന് ബ്രാഹ്മണർക്ക് അന്നദാനം, എള്ള് വഴിപാടായി ഹവനം നടത്തുന്നതോടെ ഈ ചടങ്ങുകളെല്ലാം അവസാനിക്കും. ശരിയായ ആചാരങ്ങളോടെ ഈ ആരാധനകൾ അനുഷ്ഠിക്കുന്നവർ ആജീവനാന്തം ലൗകിക സുഖം അനുഭവിക്കുകയും മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം നേടുകയും ചെയ്യുന്നു. സനത് കുമാരൻ തുടർന്നു, ഹേ നാരദരെ, മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ അടുത്തതായി ഞാൻ കൊടിയേറ്റ വ്രതത്തെ വിവരിക്കുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിയെ ബ്രഹ്മാവും മറ്റു ദേവതകളും പോലും ആരാധിക്കും. 1000 ക്യാരറ്റ് സ്വർണം ബ്രാഹ്മണന് ദാനം ചെയ്യുന്നതിനോ ഗംഗയിൽ കുളിച്ച് ശിവലിംഗത്തെയും തുളസി തൈകളെയും പൂജിക്കുന്നതിനോ തുല്യമായ പുണ്യമാണ് ഈ വ്രതം നൽകുന്നത്. കാർത്തിക അതായത് ധനുമാസത്തിലെ ചന്ദ്രന്റെ ശോഭയുള്ള ദശയുടെ 10-ാം ദിവസം ഭക്തർ ഈ വ്രതം ആചരിക്കണം.
രാവിലെ മുതൽ കുളിച്ച് പുത്തൻ വസ്ത്രം ധരിച്ച് ശ്രീഹരിയെ ആരാധിക്കണം. അന്ന് അദ്ദേഹം വിഗ്രഹത്തിന് മുൻപാകെ ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും ആരാധന നടത്തണം. 4 ബ്രാഹ്മണർക്കൊപ്പം നന്ദി ശ്രാദ്ധം ചൊല്ലുകയും 2 പതാകകളുള്ള കൊടിമരം അഭിഷേകം ചെയ്യുകയും വേണം. ആ സന്ദർഭത്തിൽ ഭക്തൻ സൂര്യനെയും ചന്ദ്രനെയും ഗരുഡനെയും ആരാധിക്കണം. അതിനുശേഷം മഞ്ഞൾ, ചന്ദനം എന്നിവ കൊടിമരത്തിൽ തേക്കുകയും അവയിൽ വെളുത്ത പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഭക്തൻ നിലത്ത് ചാണകം പുരട്ടി ഒരു യാഗപീഠത്തിൽ തീ ഉണ്ടാക്കണം. ഈ അഗ്നിയിൽ നെയ്യിനാൽ 108 തവണ വഴിപാടുകൾ നടത്തുന്നു. അങ്ങനെ ചെയ്യുന്ന അഗ്നികുണ്ഡം വിഷ്ണു, ബ്രഹ്മാവ്, ലക്ഷ്മി എന്നിവരെ ഉദ്ദേശിച്ചാണ്. തുടർന്ന് 8 പ്രാവശ്യം വെണ്ണയായ സ്വാഹ എന്ന് പാരായണം ചെയ്യുന്നു. പിന്നീട് സൂര്യനും ചന്ദ്രനും കാമധേനുവിനുമുള്ള വഴിപാടുകളാണ് ചെയ്യേണ്ടത്. ആരാധനയും അഗ്നി വളർത്തലും നടത്തി രാത്രി കടന്നു പോകുന്നു. പിറ്റേന്ന് രാവിലെ മഹാവിഷ്ണുവിനെ ആരാധിക്കുവാനുള്ള അതേ ആചാരങ്ങൾ നടത്തുന്നു. അവസാനം പതാകകൾ മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അത് ഗോപുരത്തിലോ സ്തൂപത്തിലോ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ മഹാവിഷ്ണുവിനെ ശരിയായ ആചാരങ്ങളോടെയാണ് ആരാധിക്കുന്നത്. ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് ബ്രാഹ്മണർക്ക് വസ്ത്രവും ദക്ഷിണയും നൽകിയ ശേഷം അവർക്ക് ഭക്ഷണം നൽകുകയും അതേ ഭക്ഷണം കഴിക്കുകയും വേണം. ആ പതാകകൾ വായുവിൽ പാറുന്നിടത്തോളം കാലം ഭക്തന്റെ പാപങ്ങൾ നശിച്ച് മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം പ്രാപിക്കുമെന്ന് പറയപ്പെടുന്നു. നാരദരപ്പോൾ പറഞ്ഞു, ഹേ സനത്കുമാര, സുമിത് രാജാവാണ് ആദ്യമായി ഈ കൊടിയേറ്റ ഉപവാസം നടത്തിയത്. ദയവായി അദ്ദേഹത്തിന്റെ ജീവിതകഥയും എനിക്ക് പറഞ്ഞു തരൂ. സനത്കുമാരൻ പറഞ്ഞു, സത്യയുഗത്തിലെ ഒരു ചന്ദ്രവംശി രാജാവായ സുമിത് ഭൂമിയെ മുഴുവൻ ഭരിച്ചു. അദ്ദേഹം തീവ്ര മതഭക്തനും മഹാവിഷ്ണുവിന്റെ വലിയ ആരാധകനുമായിരുന്നു. മറ്റുള്ള ഭക്തരെയും ആദരവോടെ സേവിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള ഒരു വ്യക്തി കൂടിയാണ് സുമിത്. അദ്ദേഹത്തിന്റെ രാജ്ഞി സത്യമതി ശുദ്ധിയുള്ള സ്ത്രീയായിരുന്നു. ഇരുവരും ശ്രീഹരിയുടെ മഹത് ഭക്തർ തന്നെ. അവർക്ക് അവരുടെ മുൻജന്മ ജ്ഞാനമുണ്ടായിരുന്നു. പതിവായവർ ധാന്യങ്ങളും ജലവും ദാനം ചെയ്തു. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ശുദ്ധമായ വികാരത്തോടെ സത്യമതി നൃത്തം ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ മാസത്തിലെയും ശോഭനമായ 12-ാം ദിവസം രാജാവ് ക്ഷേത്രത്തിൽ വലുതും മനോഹരവുമായ ഒരു പതാക സ്ഥാപിക്കും. അവരുടെ കീർത്തി 3 ലോകങ്ങളിലും എത്തിയിരുന്നു. ഒരു ദിവസം വിഭാന്തകമുനി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം രാജാവിനെ കാണുവാൻ ആഗതനായി. രാജാവും രാജ്ഞിയും മുനിയോട് ആദരവോടെ പെരുമാറി. രാജാവ് മുനിയുടെ മുൻപാകെ താഴത്തെ ഇരിപ്പിടത്തിൽ ഇരുന്നു. രാജാവ് വിനയാന്വിതനായിക്കൊണ്ട് പറഞ്ഞു, മുനെ, ഞാൻ സായുജ്യമടഞ്ഞിരിക്കുന്നു. ഞാൻ താങ്കളെ എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് എന്നോട് കൽപ്പിക്കുക. മഹർഷി മൊഴിഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയിൽ വളരെ സന്തുഷ്ടനാണ്. ഞാനിപ്പോൾ നിങ്ങളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കും. അവയ്ക്ക് സത്യസന്ധമായി ഉത്തരം പറയുക. അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ ഇനിയും നിരവധി ആചാരങ്ങൾ നിലനിൽക്കെ നിങ്ങൾ പതിവായി വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വലുതും മനോഹരവുമായ ഒരു പതാക സ്ഥാപിക്കുന്നു. നിങ്ങളുടെ ഈ പ്രവൃത്തിയുടെ കാരണം എന്താണ്? എന്നോട് പറയൂ. ഹേ മഹർഷേ, എൻ്റെ പ്രവൃത്തിയുടെ കാരണം ഞാൻ പറയാം. ദയവ് ചെയ്ത് ശ്രദ്ധയോടെ കേൾക്കുക. മുൻ ജന്മത്തിൽ ഞാൻ മാലിനി എന്ന ശൂദ്രനായിരുന്നു. എപ്പോഴും കഠിനമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും ഉപേക്ഷിച്ച് പലായനം ചെയ്തു. ഒരു വനത്തിൽ കുടിയേറി മാനിൻ്റെ മാംസം ഭക്ഷിച്ച് ഞാൻ എന്നെ നിലനിർത്തുമ്പോഴും വഴിപോക്കരെ കൊള്ളയടിക്കുക പതിവായിരുന്നു. ഒരു ദിവസം എനിക്ക് കഴിക്കാൻ ഒന്നുമില്ല. വഴിപോക്കരുടെ മേൽ കൈവയ്ക്കാൻ കഴിഞ്ഞില്ല. വേനൽ ചൂടിലെ ചുട്ടുപൊള്ളുന്ന വെയിൽ എൻ്റെ ദുരിതം വർദ്ധിപ്പിച്ചു. ദാഹവും വിശപ്പും കഠിനമായ ചൂടും കൊണ്ട് ഞാൻ അസ്വസ്ഥനായി. അങ്ങനെ കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ പൊടുന്നനെ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഉരുണ്ടു വീണു. അവിടെ വളരെ കാലമായി വിജനമായിരുന്നു. വളരെയധികം ജീർണാവസ്ഥയിലുമായിരുന്നു. ക്ഷേത്രത്തിനടുത്തായി ഒരു ചെറിയ തടാകവും ഉണ്ടായിരുന്നു. തടാകത്തിൽ ഹംസം, താറാവ് തുടങ്ങിയ മനോഹരമായ പക്ഷികൾ നീന്തി തുടിക്കുന്നു. രുചികരമായ പഴങ്ങളും സുഗന്ധമുള്ള പൂക്കളും ആ കാട്ടിൽ സമൃദ്ധമായിരുന്നു. ആ വീഴ്ചയിൽ ക്ഷീണം അധികരിച്ചതിനാൽ നിലത്ത് വീണുകിടക്കുന്ന പഴങ്ങൾ ഞാൻ ഭക്ഷിച്ചു. പിന്നെ ശക്തി ആർജിച്ച് തടാകക്കരയിൽ വിശ്രമിച്ചു. അന്നു മുതൽ ഞാൻ ക്ഷേത്രത്തിൽ താമസിക്കാൻ തുടങ്ങി. അവിടെ ഞാൻ മതിലുകൾ നന്നാക്കുകയും പരിസരം വൃത്തിയാക്കുകയും എനിക്കായി ഒരു കുടിൽ സ്ഥാപിക്കുകയും ചെയ്തു. എന്നിട്ടും വിശപ്പടക്കുവാൻ ഞാൻ ചെറിയ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. 20 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം വിന്ധ്യാചലിലെ ഒരു നിഷാദ കുടുംബത്തിൽ നിന്നുള്ള അവകോകില എന്ന സ്വാതി, അതായത് ഒരു സ്ത്രീ സന്യാസി അവിടെ വന്നു. അവൾ ഉൾപ്പെട്ട ദുഷ്പ്രവർത്തികൾ കാരണം അവളുടെ കുടുംബാംഗങ്ങൾ അവളെ ഉപേക്ഷിച്ചു. തുടർച്ചയായ പട്ടിണി കാരണം അവർ എല്ലും തോലുമായിരുന്നു. അവളോട് സഹതാപം തോന്നി കുറച്ച് പഴങ്ങളും മാംസവും കഴിക്കാൻ കൊടുത്തു. അവൾ സുഖം പ്രാപിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ അവൾ അവളുടെ കഥ എന്നോട് പറഞ്ഞു. ഞാനത് അതേപടി നിങ്ങളോട് വിവരിക്കാം. സ്വാതി പറഞ്ഞു, ഞാൻ കടത്തുകാരൻ്റെ കുടുംബത്തിലാണ് ജനിച്ചത്. ദാരുകൻ എൻ്റെ പിതാവായിരുന്നു. ഞാൻ വലിയ കാപട്യക്കാരിയും കള്ളിയും പാപിയുമായിരുന്നു. അതിനാൽ എൻ്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ചു. കുറച്ചുകാലം എൻ്റെ ഭർത്താവ് എന്നെ പരിപാലിച്ചെങ്കിലും അദ്ദേഹവും പിന്നീട് മരിച്ചു.
അന്നു മുതൽ ഈ സ്ഥലത്തെത്തുന്നതുവരെ ഞാൻ അലഞ്ഞു തിരിയുകയാണ്. ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അവളുടെ കഥ കേട്ട ഞാൻ അവളെ വിവാഹം കഴിച്ചു. ഒരുമിച്ച് ക്ഷേത്രത്തിൽ താമസിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞങ്ങൾ മാംസവും പഴവും ഭക്ഷിക്കുമായിരുന്നു. ഒരു ദിവസം വീഞ്ഞിൻ്റെ ലഹരിയിൽ ഞങ്ങൾ ഏറെ സമയം ആസ്വദിച്ചു. ശാരീരിക അവസ്ഥ പോലും മറന്ന് ഞങ്ങൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് യമന്റെ ദൂതന്മാർ അവിടെയെത്തി ഞങ്ങൾക്ക് ചുറ്റും കുരുക്കുകൾ മുറുക്കാൻ തുടങ്ങി. അതേസമയം ശ്രീഹരിയും തൻ്റെ പ്രതിനിധികളെ അങ്ങോട്ടയച്ചു. വിഷ്ണുവിൻ്റെ പ്രതിനിധികൾ പറഞ്ഞു, ഹേ വിവേകശൂന്യരായ യമദൂതന്മാരെ, ഈ മഹാഭക്തരെ മോചിപ്പിക്കുക. അപ്പോൾ യമദൂതന്മാർ, ഇവർ കൊടും പാപികളാണ്, ഇവരെ ഞങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം കൊണ്ടുപോകും. ഈ വാക്കുകൾ വിഷ്ണുവിൻ്റെ ദൂതന്മാരെ പ്രകോപിപ്പിച്ചു. അവർ പാപികളല്ല, അവർ മഹാഭക്തരും മഹാവിഷ്ണുവിൻ്റെ സേവകരുമാണ്. ഈ മനുഷ്യൻ ക്ഷേത്രത്തിൽ പതാക സ്ഥാപിക്കുമ്പോൾ ഈ സ്ത്രീ നൃത്തം ചെയ്തു. അതിനാൽ അവരുടെ പാപങ്ങൾ നശിച്ചു, അവരുടെ പാപങ്ങൾ ക്ഷയിച്ചു. അവർ ഇപ്പോൾ പരമമായ വാസസ്ഥലത്തേക്കുള്ള അവകാശം നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ 32 വർഷമായി അവർ ഈ ക്ഷേത്രത്തെ സേവിക്കുന്നു. അങ്ങനെ തർക്കിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ ദൂതന്മാർ യമന്റെ ദൂതന്മാരുടെ കുരുക്കുകൾ പൊട്ടിച്ചുകൊണ്ട് ഒരു ദിവ്യ വിമാനത്തിൽ ഞങ്ങളെ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി. സുമിത് രാജാവിൽ നിന്നുള്ള ഈ കഥ കേട്ട വിഭാന്തക മുനി അത്യധികം സന്തോഷത്തോടെയും ആത്മനിർവൃതിയാലും വനത്തിലേക്ക് മടങ്ങി. സനത് കുമാരൻ മറ്റൊരു വിഷ്ണുവ്രതമായ പരിപഞ്ചക വ്രതത്തെക്കുറിച്ച് നാരദനോട് പറയുവാൻ തുടങ്ങി. അക്കഥ നമുക്ക് നാരദ പുരാണത്തിൻ്റെ 4ാമത്തെ വീഡിയോവായി പരിഗണിക്കാം. പ്രിയരെ, നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.